എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ഇവിടെ നൗറ അടുത്തൊരു കാങ്കരു വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ വാർത്തകളും വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാൻ റെഡി ആയിട്ടിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇന്ന് സൺഡേ ആണ്, സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓസ്ട്രേലിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ആദ്യം തന്നെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഓൺ ദ വേ ആണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഉടനെ തന്നെ കാണാം. അപ്പോൾ കാങ്കരു വാലിന്റെ കാഴ്ചകൾ ഇവിടെ തുടങ്ങിയായി. പ്രത്യേകം ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നൗറയിലുള്ളവർക്ക് ഈ കാങ്കരു വാലി എന്ന് പറയുന്ന ഒരു വെൽ നോൺ പ്ലേസ് ആണ്. എല്ലാവരും തന്നെ പോയിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനൊരു സ്ഥലം എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്, ഇത് ഔട്ട്സൈഡ് നൗറ, അതായത് ഓസ്ട്രേലിയയുടെ വിവിധ സ്ഥലങ്ങളിൽ, സിഡ്നിയിലും NSWന്റെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാനാണ് പ്രധാനമായും ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഒക്കെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്ക് മലയാളികൾക്ക് ഇന്നൊന്നും ഒരു നൊസ്റ്റാൾജിക് പ്ലേസ് ആയ നമ്മുടെ മൂന്നാർ, ആ മൂന്നാർ പോകുന്ന സ്ഥലത്തിൻ്റെ, അതായത് ഹൈ റേഞ്ച് റോഡുകളുടെ ഒരു ഡ്രൈവാണ് ഇവിടെ പ്രത്യേകമായിട്ടുള്ളത്. ഇവിടെ വൃത്തി കാഴ്ചകൾ കാണുന്നതിനേക്കാളും അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമുക്കൊരു റേഞ്ച് ഡ്രൈവാണ്, മൗണ്ടൻ ഡ്രൈവാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വളഞ്ഞു തിരിഞ്ഞ റോഡുകൾ ഇവിടെ തുടങ്ങിയായി. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. രാവിലെ ഇപ്പോൾ 11:30 കോടമഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇന്നലെ മഴയുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. നല്ല കോടമഞ്ഞ് ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ കടന്നു പോകുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഹെയർപിൻ വളവുകളാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ ഒരു ഹെയർപിൻ കഴിഞ്ഞു, ഇനിയുണ്ട് ഹെയർപിൻ വളവുകൾ. നമ്മുടെ വീടിൻ്റെ അടുത്ത് മുണ്ടക്കത്തിനടുത്ത് പാതാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോകുന്ന വഴി ഇതുപോലാണ്, ഏകദേശം ഹെയർപിൻ വളവുകളാണ്. അവിടുത്തെ ഒരു റോഡ് സെയിം ആംബിയൻസ് ആണ്. അതുപോലെ ചെറിയ റോഡാണ്, പക്ഷേ നല്ല റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ പോകാം. പ്രകൃതി ഭംഗി ആസ്വദിക്കേണ്ടവർക്ക്, ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടവർക്ക് ഇവിടെ തീർച്ചയായിട്ടും വരാം. ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാം, ഇവിടുത്തെ ഡ്രൈവ് ആസ്വദിക്കാം. കാങ്കരു വാലി എന്നുള്ള സ്ഥലം, ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു സ്ഥലമാണ്. കുറച്ച് കടകളും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഹൈ റേഞ്ച് ഡെസ്റ്റിനേഷൻ. ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കാങ്കരു വാലി ബ്രിഡ്ജസ് എന്ന് പറയും. ഈ ബ്രിഡ്ജ് ഗൂഗിളിൽ പറയുന്ന അനുസരിച്ച് 19th century 1900-കളിൽ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നിർത്തി നമുക്ക് മനസ്സിലാക്കാം. ഒരു സമയം ഒരു വണ്ടിക്ക് കടന്നു പോകാനൊക്കെയുള്ള ഈ ബ്രിഡ്ജിൽ കൂടെ. ഇതാണ് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ. ഇതുവരെ നമ്മളിവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നതായിരിക്കും ഉടൻ തന്നെ. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ആക്ച്വലി സൈഡിൽ കൂടെ കണ്ടോ തൂക്കിയിട്ടേക്കുന്നത് ഇതൊക്കെ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് സ്ഥാപിച്ച വർഷമാണ് എഴുതി വെച്ചേക്കുന്നത് 1898 1800-കളിൽ സ്ഥാപിച്ച ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. 1998 ഈ ബ്രിഡ്ജിൻ്റെ ഒരു സെഞ്ചുറി ആഘോഷിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ബോർഡ് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു കല്ലേലും പതിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തോടിൻ്റെ ഒരു താഴ്ച കാണിക്കാം നമ്മളെ. നല്ല താഴ്ചയുണ്ട്. ഇത്രയും താഴ്ചയിൽ ഉള്ള രണ്ട് കുന്നുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ആക്ച്വലി ഇവിടെ പില്ലർ പണിത് ഒരു ബ്രിഡ്ജ് പണിയാൻ ഒക്കുമല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവിടെ ഈ ഹാങ്ങിങ് ചെയ്തേക്കുന്നത്.
നല്ല താഴ്ചയുണ്ട് കേട്ടോ. 1800-കളിൽ സ്ഥാപിച്ച ഈ ബ്രിഡ്ജിൻ്റെ എഞ്ചിനീയറിംഗ് വൈഭവം അടിപൊളിയാണ്. ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ ശില്പിയെക്കുറിച്ച് ഒരു ചെറിയ ഫലകം കൂടിയുണ്ട്. ഇതാണ് ഈ ബ്രിഡ്ജിൻ്റെ ശില്പി. അദ്ദേഹത്തിൻ്റെ പേര് ഏണസ്റ്റ് എന്നായിരുന്നു. എഴുതിയിരിക്കുന്നത് ദ മാൻ ബിഹൈൻഡ് ഹാംപ്ടൺ ബ്രിഡ്ജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നിരുന്ന സമയത്തുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രിഡ്ജ് വാക്ക് നടത്തുവാണ്. തൂക്കുപാലത്തിൽ കൂടെ ആക്ച്വലി സൈഡിൽ കൂടെ ആൾക്കാർക്ക് നടക്കുവാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്.